ഹലോ, ഡിസംബറിങ് എത്തിയിട്ടാണ് നമ്മുടെ ഡെക്കറേഷൻ ഐഡിയാസൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ടൈം ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നല്ല ക്യൂട്ട് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള 2 ട്രീസിൻ്റെ ഐഡിയാസ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. ശേഷം അത് വെച്ചിട്ട് നമുക്കൊരു കോൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ താഴത്തെ സൈഡൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം. ശേഷം ത്രെഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ചുറ്റുന്ന പോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ലൈക്കും തരണേ. ശേഷം ബ്ലൂവും വാട്ടറും മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു കോണിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കവറും അതേപോലെ തന്നെ പേപ്പറും നമുക്ക് ഈ ഒരു കോണിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ ഞാൻ എക്സ്ട്രാ 2 കോൺ കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ കോണിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പേഴ്സോ അല്ലെങ്കിൽ തെർമോക്കോൾ ബോൾസൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേസ് മാറ്റ് സെറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തൊന്ന് ഫിനിഷ് ആക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ത്രെഡ് ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് റൗണ്ടായിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒട്ടിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലേസ് മാറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ട്രീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ട്രീസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ക്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫെയറി ലൈറ്റ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രീയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്തിട്ട് അതിൻ്റെ മേലത്തെ സെക്ഷൻ താഴത്തെ സെക്ഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം അതിൽ നിന്ന് നമ്മൾ കുറച്ച് റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കും. കുറച്ചധികം റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ഓരോ റെക്റ്റാങ്കിളിനെയും നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, കുട്ടികളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി ഗ്രീൻ കളറുള്ള ബോട്ടിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിലും ഇതെനിക്ക് ഒന്നുകൂടി ഡാർക്കുള്ള കളർ വേണ്ടതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ ക്രിസ്മസ് ടൈമിൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ട്രീസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഗ്രീൻ കളറൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൺ കൂടി സെറ്റ് ചെയ്തെടുക്കണം. അതിന് പേപ്പർ എടുത്തിട്ട് കോൺ സെറ്റ് ചെയ്യുക. താഴത്തെ പോർഷൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോണിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടുള്ള ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മേലെ നിന്ന് താഴോട്ടേക്കാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ലെയറായിട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ പീസാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ പീസ് വെറുതെ ഒന്ന് ചുരുട്ടി കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. വേണമെങ്കിൽ മേലെ സ്റ്റാറൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ട്രീ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.